കേസ് എന്ന് പറയുന്നത് the cost of digging a well after every meter of digging when it cost rupees 150 for the first meter and rises by rupees 50 for each subsequent meter. So third question നമ്മൾ ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ ആദ്യം പറഞ്ഞേക്കുക ഒരു വെൽ കുഴിക്കുക, കിണർ ഇങ്ങനെ കുഴിക്കുമ്പം അതിൻ്റെ ഫസ്റ്റ് മീറ്റർ കുഴിക്കുന്നതിന് 150 റുപ്പീസ് എടുക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ മീറ്റേഴ്സിനും ഇവർ കുഴിക്കുന്നതനുസരിച്ച് ഇവർ 50 റുപ്പീസ് അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് അത് AP ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അന്നേരം ഫസ്റ്റ് ലിസ്റ്റിനകത്ത് ഫസ്റ്റ് ടേം എന്താകും? 150 അല്ലേ, കാരണം ഫസ്റ്റ് മീറ്ററിന് അവർ ചാർജ് ചെയ്യുന്നത് 150 റുപ്പീസാണ്. സെക്കൻഡ് മീറ്റർ ആകുമ്പം ഈ 150യുടെ കൂടെ നമ്മൾ 50 ആഡ് ചെയ്യണം. അപ്പം നമ്മുടെ സെക്കൻഡ് ടേം എന്താകും? 200. തേർഡ് ടേം ആകുമ്പോഴും തേർഡ് മീറ്റർ അവർ കുഴിക്കുമ്പോൾ അവർ നമ്മളുടെ കയ്യിൽ നിന്ന് 50 റുപ്പീസ് എക്സ്ട്രാ മേടിക്കും. അപ്പം എന്താകും? ഈ 200ൻ്റെ കൂടെ 50 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 250 കിട്ടും. അങ്ങനെ ഈ ലിസ്റ്റ് കണ്ടിന്യൂ ചെയ്തു പോകും. നോക്കിക്കേ, ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 50. ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 50. ഇങ്ങനെ ഓരോ മീറ്ററും കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ 50 റുപ്പീസാണ് നമ്മളുടെ കയ്യിൽ നിന്ന് അഡീഷണൽ ആയിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം ഉണ്ട്, ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ്, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആണ്. അതായത് ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ഈ ഒരു ലിസ്റ്റിനകത്ത് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദ തേർഡ് സിറ്റുവേഷൻ യെസ് ഇറ്റ് ഈസ് ആൻ AP. ഇനി ഫോർത്ത് വൺ സോൾവ് ചെയ്യാൻ നമുക്ക് പോകാം. ഫോർത്ത് വൺ കുറച്ച് നിങ്ങൾക്ക് ആ ഒരു ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഈ ഫോർത്ത് വൺ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Fourth situation is that the amount of money in the account every year when rupees 10,000 is deposited at compound interest at 8% per annum. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നമുക്കറിയണം. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ രീതിയിൽ നമ്മൾ ഒരു അക്കൗണ്ടിലോട്ട് amount ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ amount ആണ് ഇതിനകത്ത് ഇവർ പറയുന്നത് 10,000. കാരണം നമ്മൾ ആദ്യം നമ്മുടെ അക്കൗണ്ടിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന amount ആണ് 10,000. സോ ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ amount. ഇനി ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആ രീതിയിലായതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവർ പറഞ്ഞിരിക്കുന്നത് 8% ആണ്. നമ്മളുടെ ഫോർമുല amount ഓരോ വർഷവും, അന്നേരം ഇത് ഓരോ വർഷത്തെയും കണക്കാണ് ഇതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ T വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ A എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും നമ്മളുടെ അക്കൗണ്ടിൽ എത്ര amount ഉണ്ടെന്നുള്ളതാണ് A റെപ്രസെൻറ്റ് ചെയ്യുന്നത്. P represents the principal amount. നമ്മൾ ആദ്യത്തെ വർഷം ആ ബാങ്ക് അക്കൗണ്ടിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന amount ആണ് P, which is the principal amount. R is the small letter R. It is the rate of interest. അപ്പോൾ ഇതിനകത്ത് ഇത് 8% എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം പെർസെൻറ്റേജിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് ആക്കുമ്പോൾ 8% is equal to 8/100. നമ്മൾ കാൽക്കുലേഷൻ കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് we write it as 8/100. No need to convert it to decimal or something. ഇത് ഇങ്ങനെ തന്നെ ഫ്രാക്ഷൻ ആയിട്ട് തന്നെ കിടക്കുന്നത് നല്ലത്. ഇനി അടുത്ത T represents time. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓരോ വർഷത്തിൻ്റെ നമ്മൾ എഴുതാം. ഫസ്റ്റ് ഇയർലി ഇത് എത്ര ഉണ്ടെന്ന് നോക്കാം. ഈ ഫസ്റ്റ് ഇയർലി അക്കൗണ്ടിൽ എത്ര ബാലൻസ് ആണോ ഉള്ളത് അതാണ് നമ്മളുടെ ലിസ്റ്റ് ഓഫ് ടേംസിൻ്റെ അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പം A1 ഞാൻ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ റൈറ്റ് A1 is equal to 10,000 into 1 plus R എന്ന് പറയുന്നത് 8/100 the whole raised to 1. കാരണം ഇത് ഫസ്റ്റ് ഇയർ ടൈം ടീനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻ ഇയേഴ്സ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഇവിടെ 1, സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഇവിടെ 2 ആകും. ഇനി ഇതാണ് നമ്മളുടെ A1 എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഇയറിൽ നോക്കാവേ, A2 is equal to സെയിം ഫോർമുല തന്നെ 10,000 into 1 plus 8/100 the whole raised to ഇവിടെ ടൈം എന്താകും 2 ആകും. ആകെയുള്ള ഡിഫറൻസ് ഇവിടെ 1ഉം ഇവിടെ വരുമ്പോൾ ഇത് 2 ആകും. തേർഡ് ഇയറിലേയും കൂടെ നമ്മൾ നോക്കാം. തേർഡ് ഇയർ വരുമ്പം A3 is equal to same formula 10,000 into 1 plus 8/100 the whole raised to 3. ടൈം എന്താകും 3 ആകും. അപ്പം നമ്മളുടെ ഈ ലിസ്റ്റ് ഓഫ് ടേംസ് എന്ന് പറയുന്നത് A1, A2, A3. ഞാനത് വീണ്ടും എഴുതുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഓരോ അമൗണ്ടിനും ഞാൻ ഓരോരോ പേരിട്ടത്.
ഇനി A1ഉം A2ഉം തമ്മിലുള്ള ഡിഫറൻസിനെ ഞാൻ D1 എന്നും A2ഉം A3ഉം തമ്മിലുള്ള ഡിഫറൻസിനെ D2 എന്നും വിളിക്കുക. ഇനി നമുക്ക് D1ഉം D2 എന്താണെന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് D1 എന്താ? A2 minus A1 which is equal to 10,000 into 1 plus 8 by 100 the whole raised to 1 minus 10,000 into 1 plus 8 by 100 the whole square. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കത് അതായത് ഇതിൻ്റെ സിംപ്ലിഫിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കത് നോക്കാം. ഓക്കെ, ഇതൊരു ടേം, ഇത് സെക്കൻഡ് ടേം. ഈ രണ്ട് ടേംസിനകത്തും 10,000 കോമൺ അല്ലേ? അപ്പം ഞാൻ 10,000നെ കോമൺ ആയിട്ട് എടുത്തേക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു വലിയ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. അപ്പം ഈ ടേമിനകത്തും നിന്ന് ഞാൻ 10,000നെ പുറത്തെടുത്തു. ഇനി ബാക്കി ഫസ്റ്റ് ടേമിനകത്ത് ബ്രാക്കറ്റിനകത്ത് എന്താ മിച്ചമുള്ളത്? 1 plus 8 by 100 the whole raised to 1 മൈനസ് ഈ ടേമിനകത്ത് നമ്മൾ 10,000നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ മിച്ചമുള്ളത്? 1 plus 8 by 100 the whole square. ഇനി നോക്കൂ, ഇവിടെ വീണ്ടും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും. ഇത് ഏത് ഫോമിലാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫോമുല. ഓക്കെ, എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? എക്സ് ഇൻറ്റു എക്സ് അല്ലേ? എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ് തന്നെയല്ലേ? അപ്പൊ ഇതിനെ എനിക്ക് എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാമല്ലോ. ഇനി ഇതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും കോമൺ ആയിട്ട് എടുക്കണമെങ്കിൽ ഞാൻ എന്തിനാണ് കോമൺ ആയിട്ട് എടുക്കുന്നത്? എക്സിനെ ഞാൻ കോമൺ ആയിട്ട് എടുക്കുക. കാരണം രണ്ട് ടേംസിനകത്ത് എനിക്ക് എക്സ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എക്സിനെ കോമൺ ആയിട്ട് എടുക്കുക. കോമൺ എടുത്ത് കഴിയുമ്പം ബാക്കി എന്താണ് അവിടെ ആ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ കോമൺ ആയിട്ട് എടുത്തേക്കുന്നതിനെ വെച്ച് ഡിവൈഡ് ചെയ്യണം. രണ്ട് ടേംസും ഡിവൈഡ് ചെയ്യണം. അപ്പൊ എക്സ് ബൈ എക്സ് എന്ത് വരും? 1. ഇനി ഇവിടെ ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യുന്നെങ്കിൽ എന്ത് വരും? നമുക്ക് ഒരു എക്സിനെ ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പം ബാക്കി ഒരു എക്സ് ആണ് ഇവിടെ മിച്ചം കിടക്കുന്നത്. സോ 1 മൈനസ് എക്സ് ബ്രാക്കറ്റിനകത്ത് കിടക്കും. സോ നോക്ക്, എക്സ് മൈനസ് എക്സ് സ്ക്വയറിനെ നിന്ന് നമ്മൾ ഒരു എക്സിനെ ബ്രാക്കറ്റിന്റെ പുറത്തോട്ട് കോമൺ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് എക്സ് എന്നാ കിടക്കുന്നത്. സെയിം വേ ഇവിടെ നോക്ക്, ഇതാണ് എക്സ്, ഇതാണ് എക്സ് സ്ക്വയർ. കാരണം ഇതിന്റെ പവർ 1ഉം ഇതിന്റെ പവർ 2 അല്ലേ? പക്ഷെ സെയിം ടേംസ് അല്ലേ? രണ്ടും സെയിം ടേംസ് അല്ലേ? പവർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അങ്ങനെ തന്നെയല്ലേ ഇവിടെ എക്സ് മൈനസ് എക്സ് സ്ക്വയറിനെ നമ്മൾ കോമൺ എടുത്തിട്ട് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് എഴുതി. അങ്ങനെ തന്നെ ഇവിടെ നമുക്ക് എന്തിനെ കോമൺ എടുക്കാം? 1 plus 8 by 100നെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഇതിനെ ഞാൻ ഈക്വൽ ടു 10,000 into 1 plus 8 by 100 എന്ന് എഴുതുക. എന്നിട്ട് ബ്രാക്കറ്റിൽ ഇനി എന്താ ബാക്കിയുള്ളത്? ഇവിടെ പവർ 1 ആയിരുന്നു. അപ്പൊ ഞാൻ കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ ഈ പവർ 1 ഉള്ളിടത്ത് എന്താകും? 1 ആകും. മൈനസ് ഇവിടെ പവർ 2 ആയിരുന്നു. അപ്പൊ ഇതിന് ഒരെണ്ണത്തിനെ ഞാൻ പുറത്തോട്ട് എടുത്തു, പക്ഷെ ഒരെണ്ണം അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എന്ത് എഴുതും? 1 plus 8 by 100 എന്ന് എഴുതും. ഓക്കെ, ഇത് നിങ്ങൾ അങ്ങനെ തന്നെ അവിടെ ഇട്ടേര്. ഇതിനെ ഇനിയും കൂടുതൽ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് നമ്മളുടെ D1 എന്ന് പറയുന്നത്. D1. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മായ്ക്കാം, അടുത്തത് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കാനായിട്ട്. ഫസ്റ്റ് ഇയറിന്റെ ടേം മായ്ക്കാം. ഇനി നമുക്ക് ജസ്റ്റ് D2 കണ്ടുപിടിക്കണം. D2ന്റെ ഫോർമുല എന്താ? D2 equal to A3 minus A2. A3 എന്താണ് നമ്മളുടെ ഫോർമുല? നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 10,000 into 1 plus 8 by 100 the whole cube മൈനസ് എന്താണ് ചെയ്യേണ്ടത്? A2 10,000 into 1 plus 8 by 100 the whole square. ഇനി ഇതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ഈ രണ്ട് ടേംസിനകത്തും നിങ്ങൾക്ക് 10,000 കാണാൻ പറ്റുന്നില്ലേ? സോ ഞാൻ 10,000നെ പുറത്തോട്ട് എഴുതുക. 10,000 എന്നിട്ട് വലിയൊരു ബ്രാക്കറ്റിനകത്ത് ഇനി ഈ ടേമിനകത്ത് ബാക്കി എന്താ ഉള്ളത്? 1 plus 8 by 100 the whole cube. കാരണം 10,000നെ ഞാൻ പുറത്തെടുത്തു. ഇനി 1 minus
ഇവിടെ എന്താ 10,000 ഇല്ലെങ്കിൽ എന്താ ബാക്കി കിടക്കുന്നത് 1 പ്ലസ് 8/100 ദ ഹോൾ സ്ക്വയർ. ഈ പുറത്തോട്ട് എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബ്രാക്കറ്റിനകത്ത് ഇട്ടു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇനി ഈ 10,000 മൾട്ടിപ്ലൈഡ് ബൈ ഫസ്റ്റ് ടേം മൈനസ് 10,000 മൾട്ടിപ്ലൈഡ് ബൈ സെക്കൻഡ് ടേം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ബ്രാക്കറ്റിന്റെ പുറത്തോട്ട് എടുക്കാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആ കോമൺ ആയിട്ടുള്ളതിനെ നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ അകത്ത് എടുക്കാൻ പോകുന്ന എല്ലാ ടേംസും ഡിവൈഡ് ചെയ്യണം ആ നമ്പർ വെച്ച് തന്നെ. അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് നമുക്ക് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഓക്കെ ഞാൻ ഇവിടുന്ന് 10,000 പുറത്തെടുത്തു, ഇനി എന്താ ഇവിടെ മിച്ചം കിടക്കുന്നത് 1 പ്ലസ് 8/100 ദ ഹോൾ ക്യൂബ്. ഇവിടുന്ന് നമ്മൾ 10,000 പുറത്തെടുത്തു, ഇനി എന്താ മിച്ചം കിടക്കുന്നത് 1 പ്ലസ് 8/100 ദ ഹോൾ സ്ക്വയർ. ഇനി നോക്കിക്കേ, ഇവിടെ നമുക്ക് കാണാം സെയിം ടേംസ്, ഒന്ന് ക്യൂബ് ഒന്ന് സ്ക്വയർ. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇത് എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്, സെയിം ടേംസ്. അപ്പൊ ഇത് എക്സ് ക്യൂബും ഇത് എക്സ് സ്ക്വയറും, പവർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ നോക്കൂ, നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ കോമൺ എടുക്കുന്നത് നോക്കാം. എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ. എക്സ് ക്യൂബ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു എക്സ്. അപ്പൊ നോക്കൂ, രണ്ട് ടേംസിനകത്തും നമുക്ക് രണ്ട് എക്സിനെ കാണാൻ പറ്റും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് രണ്ടിനകത്ത് രണ്ട് എക്സിനെ നമുക്ക് പുറത്തെടുക്കാം കോമൺ ആയിട്ട്. ബാക്കി ഈ ഫസ്റ്റ് ടേമിനകത്ത് എന്താ മിച്ചം കിടക്കുന്നത്, ഒരു എക്സ്. സെക്കൻഡ് ടേമിനകത്ത് എന്താ കിടക്കുന്നത്, ഒന്നും കിടപ്പില്ല. അതുകൊണ്ട് നമ്മൾ -1 എന്ന് എഴുതും. ഈ എക്സ് ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ എന്താ, എക്സ് സ്ക്വയർ അല്ലേ. അപ്പൊ ഇതെന്താവും എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 1. സോ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയറിന്റെ നമ്മൾ കോമൺ എടുക്കുന്നത് എങ്ങനെയാ, എക്സ് സ്ക്വയറിനെയാണ് നമ്മൾ കോമൺ എടുക്കുന്നത്. എന്നിട്ട് ബാക്കി ബ്രാക്കറ്റിൽ എടുക്കുന്നത് എക്സ് മൈനസ് 1. ഈ സെയിം സംഭവം തന്നെ നമ്മൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യും. എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയറിനകത്ത് നമ്മൾ എക്സ് സ്ക്വയറിനെ കോമൺ എടുത്തിട്ട് ഇവിടെ ഒരു എക്സും -1 കിടക്കും. ഈ സംഭവം നമ്മൾ ഇനി ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, d2 ഈക്വൽ ടു 10,000 ഇൻറ്റു 1 പ്ലസ് 8/100 ദ ഹോൾ സ്ക്വയർ അല്ലേ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത്, എക്സ് സ്ക്വയർ ആണ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ എക്സ് എന്ന് വെച്ചാൽ 1 പ്ലസ് 8/100 ആണ്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത് 1 പ്ലസ് 8/100 ദ ഹോൾ സ്ക്വയർ. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈഡ് ബൈ ബ്രാക്കറ്റിനകത്ത് ഇനി എന്താ മിച്ചം കിടക്കുന്നത്, എക്സ് മൈനസ് 1 അല്ലേ മിച്ചം കിടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് സ്ക്വയർ എടുത്തു, അപ്പൊ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഇവിടുന്ന് നമ്മൾ സ്ക്വയർ പുറത്തോട്ട് എടുത്തു, ഇവിടെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1 പ്ലസ് 8/100 -1. ഇനി നിങ്ങൾ d1നെയും d2നെയും കമ്പയർ ചെയ്യണം. രണ്ടിനകത്തും 10,000 ഉണ്ടല്ലോ, അതപ്പോൾ സെയിം ആയി. രണ്ടിനകത്തും ഈ ഒരു ടേം ഉണ്ട്, ഇതുണ്ടോ, ഈ ഒരു ടേം ഉണ്ട്. പക്ഷെ ഇതിന്റെ ഓർഡർ മാറി കിടപ്പുണ്ടെന്നേ ഉള്ളൂ. അത് ഇതിനകത്ത് അധികം പ്രശ്നമാകുന്നില്ല. നമുക്ക് ഇതിന്റെ ഓർഡർ വേണമെങ്കിൽ മാറ്റാം. ഒരു നെഗറ്റീവ് അങ്ങോട്ട് കൊടുത്താൽ മതി. ഒരു നെഗറ്റീവ് പുറത്തിട്ടിട്ട് നമുക്ക് ഇതിന്റെ ഓർഡറിനെ മാറ്റിയെടുക്കാം. ഓക്കെ, ഈ രണ്ടിനകത്തും ഈ ടേം ഉണ്ട്. പക്ഷെ നോക്കിക്കേ, ഒരെണ്ണത്തിനകത്ത് 1 പ്ലസ് 8/100 ഒരെണ്ണത്തിനകത്ത് 1 പ്ലസ് 8/100 ദ ഹോൾ സ്ക്വയറുമാണ്. അപ്പം അതൊരു വലിയ ഡിഫറൻസ് അല്ലേ. അതൊരു വലിയ ഡിഫറൻസ് ആയാണ് നമുക്ക് പറയാൻ പറ്റും d1 is not equal to d2. എങ്ങനെ നോക്കിയാൽ എങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താലും നമുക്ക് എഴുതാൻ പറ്റും d1 is not equal to d2. അതുകൊണ്ട് എന്താണ്, നമ്മളുടെ ഫോർത്ത് സിറ്റുവേഷൻ is also not an AP.